വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കളിയിൽ നിർത്തിയത് ഫുള്ള് കോപ്പറിൻ്റെ കോപ്പർ ആർമറായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അയൺ കുഴിച്ചെടുത്തിട്ട് കുറേ അയണിൻ്റെ ടൂൾസ്, ഹാർമർ, ഫുൾ അയൺ ഹാർമർ ആൻഡ് ടൂൾസ്. പിന്നെ ഞാൻ ഓഫ്ലൈനിലൊരു ചെറിയ തട്ടിക്കൂട്ട് വീടുണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോഴേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ലോഡായിട്ടും കാണിക്കാം, അപ്പോഴേക്ക് സബും ചെയ്യുക. ഈ ഒരു വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് ഏകദേശം 2K ലൈക്ക് ടാർഗറ്റാണ് ഈ ഒരു ഇതിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ റോഡ് ടു 100 സബ്ബാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സബ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതായിട്ടും ലോഡായിട്ടും കാണിക്കാം. ബൈ. ഓക്കെ, അപ്പോൾ എവിടെയാണ്? എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലാണ്. എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ വീട്, കണ്ടോ? ഇപ്പുറത്തെ ഒരു വില്ലേജർ വീട്, ഇതിൻ്റെ വീട്. പിന്നെ ഈ സാധനം ഇവിടുന്ന് കിട്ടിയത് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ നേരെ ഇവിടുന്ന് അടിച്ചു മാറ്റി. ആ വില്ലേജർ അറിയാമെന്ന് പോകുന്നത്. പിന്നെ ഇതാണ് നമ്മളെ വീടിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ, കണ്ടോ? സെറ്റല്ലേ? സെറ്റ് ചെയ്തല്ലേ? പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫാം ആക്കിയിട്ടുണ്ട്, കേട്ടോ? എല്ലാം ഒന്നിച്ചേ ഉള്ളൂ. പിന്നെ ഇത് വില്ലേജറാണ്, ഇതിൻ്റെ അല്ല, വില്ലേജറിൻ്റെ ഇതാണ്. ഈ ഫാം വില്ലേജറിൻ്റെ, ഇത് ഇൻ്റെതാണ്. ഓക്കെ, പിന്നെ ഗൈസ് ഒച്ചയ്ക്ക് ചെറിയൊരു ഇതുണ്ട്, അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. സോറി, ക്ഷമിക്കുക, സഹിക്കുക, എല്ലാം ചെയ്തേക്ക്. ഓക്കെ, ഇതിൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, 2 ഫർണസിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം, എന്തോ ഞാൻ ഇട്ടിട്ടുണ്ട്, അറിയാമായിരുന്നു എനിക്ക്. എന്താ ചെയ്യുക, ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചേക്കാം. വേണമെങ്കിൽ നമുക്ക് വന്നിട്ട് എടുക്കാമല്ലോ. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് 9 അയണിങ് കെട്ടുണ്ട്. അപ്പോൾ ടോർച്ച് എപ്പോഴും ആവശ്യം വരും. സീഡ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ, ജസ്റ്റ് വേണ്ടല്ലോ. ബോ വേണ്ട, തൽക്കാലത്തേക്ക് ബോ വേണ്ട. ഇതുണ്ടായിക്കോട്ടെ, ആവശ്യമുണ്ട്. അപ്പം ഞാനും 2 ഫസ്റ്റും കൂടി ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കട്ടെ. അതിൻ്റെ ഉള്ളിലോട്ട് എന്താ ഇതും കയ്യിലിരുന്നോട്ടെ. അത് സ്റ്റോൺ വേണം, ചിക്കൻ വേണം. ഇതൊക്കെ നമുക്ക് ഇപ്പം തന്നെ ഹേ ആക്കി ബ്രെഡ് ആക്കിയേക്കാം. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ തന്നെ ആക്കാം. ഫസ്റ്റ് നമുക്ക് ഹേ ആക്കാം. എന്തത് നല്ല ലാഗുണ്ട്. ലാഗിനൊന്നും ഒരു കുറവില്ല. വേഗം മിക്കവാറും ഒരു 1.5 സ്റ്റെക്ക് ബ്രെഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബ്രെഡ്. നമ്മളിപ്പോൾ ഹാർമർ നോക്കുകയാണെങ്കിൽ ഫുൾ കോപ്പർ ഹാർമറാണ്. അതെ, കോപ്പർ ഹാർമറാണ്. ബ്രെഡ് പെയിലേറും തേങ്ങ മറന്നു, സോറി. വേഗം. ഇപ്പം തന്നെ റെക്കോർഡിങ് 4 മിനിറ്റായി. ഇനിയിപ്പോൾ എന്ത് തേങ്ങ ഉണ്ടാക്കാനാണ്? ഞാനേ ഇതൊക്കെ ഒന്ന് ബ്രെഡാക്കിയിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എത്രയോ ബ്രെഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ച് നോക്കട്ടെ, എത്ര ഉണ്ട്.
എൻ്റെ മോനെ 2 സ്റ്റാക്കിൻ്റെ മുകളിലേക്ക് ബ്രെഡ്. പിന്നെ എന്ത് തേങ്ങ വേണ്ട ഇനി. റോഡ് ഫ്രഷ് കുറേ ഉണ്ട്. എന്തിനാണ് എന്ത് തേങ്ങയ്ക്കപ്പം അതൊക്കെ? ഇതൊക്കെ വേണ്ടതാണ്. ബ്രെഡ് വേണം, അർജൻറ്റാണ്. ബോൺ വേണം. ഡോഗിൻ്റെ ടൈം ചെയ്യാം. ഇത് സാൻഡ് ഒന്നും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട, ഇത് പൊട്ടാറായി വേണ്ട. അല്ല ഇതുണ്ടായിക്കോട്ടെ. ലീഷും കയ്യിലും ഉണ്ടായിക്കോട്ടെ, ആവശ്യം വരും. കോള ആവശ്യമുണ്ടോ? കോള ആവശ്യമുണ്ടാവും. ബ്ലാക്ക് കോള് അപ്പം ആവശ്യമില്ല. ആൾക്കാർക്കൊക്കെ എൻ്റെ ചെക്കന് കൊടുക്കാം. ഡേട്ടുണ്ടായിക്കോട്ടെ. അവിടെ പെട്ടാലേ പണി കിട്ടാണ്ട് നോക്കിക്കോളൂ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചേഴ്സ് തൊട്ട് ഉണ്ടാക്കല്ലേ, നല്ലതാ. മോനെ സ്റ്റിക്കില്ല. വുഡുണ്ടല്ലോ ഇതിലപ്പോൾ ഫസ്റ്റ് പ്ലാങ്ക് ഉണ്ടാക്കണം. പ്ലാങ്ക് കുറച്ചുണ്ടാക്കി. പ്ലാങ്ക് ഉണ്ടാക്കി. പ്ലാങ്ക് 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 പ്ലാങ്ക്. അതേപോലെ തന്നെ സ്റ്റിക്ക് ഉണ്ടാക്കുക. കുറച്ച് മതി. ടോർച്ച് കുറച്ചധികം ഉണ്ടാക്കാം. ഇത്ര മതി ടോർച്ച്. സ്റ്റിക്ക് നമുക്കൊരു 3-4 വിക്കറ്റ്സ് അങ്ങോട്ട് ഉണ്ടാക്കാം. ആവശ്യം വരും. 1 2 3. മൈനിങ് പോകണം. അപ്പോൾ നമുക്ക് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വച്ചേക്കണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, പറ്റില്ലല്ലോ. എന്താന്നാവുന്നില്ല. അതങ്ങനെയാണ്. അതുണ്ടാവും, സഹിക്കുക, ക്ഷമിക്കേണ്ട. പക്ഷേ ബാക്ക് ടു നമ്മൾ മൈനിങ്ങിന്. പിന്നെ ഇതിൻ്റെ പടകുതിരയാണ്. അയ്യോ, ബെഡ് എടുക്കാൻ മറന്നു. ഈ പൊട്ടമലയിൽ എന്താ കുറച്ച് ചപ്പ് നമുക്കേ ബ്രെഡ് തേങ്ങയാണ്. ബ്രെഡല്ല വേണ്ട, ബെഡ് എടുത്ത് നമുക്ക് എവിടെ വയ്ക്കാം? 2 വിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ തേങ്ങ ചെയ്യില്ല, അതിൻ്റെ ആവശ്യം ഇപ്പം അല്ല നമുക്ക്. അപ്പോൾ മാക്സിമം നമ്മൾ ഇൻവെൻട്രി ഫുൾ. ഇപ്പം തന്നെ നൈറ്റ് ആവാനായി. ഞാനേ അടുത്ത രാവിലെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമുക്ക് എന്തിനുള്ളതാന്ന് അറിയാമല്ലോ. അതെ, അതിനുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ കോൾ വിടയ്ക്കുക. കോൾ വേണ്ട. ഇതിൻ്റെ ഒരു പകുതി അതിലോട്ടും മറ്റേതിലോട്ടും നിറയ്ക്കാം. 89 ഇരിക്കട്ടെ. അതിലോട്ടിരിക്കട്ടെ. ഇതിലടന്ന് സ്മെൽറ്റ് ആവട്ടെ. ഇതിലും കിടന്ന് ഇത് സ്മെൽറ്റ് ആവട്ടെ. ഇതെടുത്തും കൊണ്ട് അതിലേക്ക് വെക്കാം. അപ്പം തന്നെ നമ്മൾ ഇൻവെൻട്രി ഏകദേശം ഇൻവെൻട്രി ഇപ്പോൾ ഫുള്ളാക്കണം. വിരിക്കട്ടെ. ഇതൊക്കെ കറക്റ്റ് ഇതിലേക്ക്. അപ്പോൾ ബാക്ക് ടു മൈനിങ്. അതെ, മൈനിങ്. ഇന്ന് നമ്മൾ ഏതെങ്കിലും കേവ് ചെന്ന് ചാവുന്നതായിരിക്കും. പിന്നെ ബൈ ഗേസ് എനിക്ക് ഒരു ചെറിയ ലാമേൻ്റെ കുട്ടീനെ ഇട്ടിട്ടുണ്ട്. ചോദിച്ചു എനിക്ക് തിന്നാൻ തരാം. അതിൻ്റെ ഒച്ചയാണത്. പിന്നെ ചെറിയ മൂക്കടപ്പും ജലദോഷം ഉണ്ട്, ഒന്ന് ക്ഷമിക്കാം. ഓക്കെ, ബൈ. ഞാൻ അവിടെ ഒരു ചെറിയ കേവ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ കൂടി പിന്നെ നമുക്ക് മൈനിങ്ങിന് പോവാം. മോബ് സ്പോണാണ്ടിരിക്കാനേ അടുത്ത് കൈ ടോർച്ച് ആവശ്യമാണ്, നല്ല ആവശ്യമാണ്.
പറന്നു പോയിക്കോ. ഇപ്പം നൈറ്റ് നോമ്പ് വരും, അടിയാവും. അടിയാവില്ല എന്നാലും അവിടെയാണ് ഞാൻ കണ്ടത്. ഹലോ പോകുമ്പോൾ എല്ലാത്തിനും ചന്തിച്ചിട്ടാണ് ഞാൻ കൊടുക്കുക. ഈ കേവും അല്ല, തേങ്ങ എപ്പോഴും ഉണ്ടാകുന്ന പണിയായത്. അമ്മേ ഇറങ്ങാതിരിക്കുന്നു. ഒറ്റടിക്ക് നിർത്തരുത്. ബാടാ താനെ ചായ. ഞാൻ എഫിഷ്യൻസി വെറുതെ കളയുന്നില്ല. ഇതാ പറഞ്ഞ കേസ് അവിടെ ഇവിടെയൊക്കെ ഒരു സാധനം ഉണ്ടാവും ഇങ്ങനെ. ഒരു സോംബി. ഭയങ്കര സേഫായി കളിക്കുന്നുള്ളൂ, കാരണം ചാവാൻ പറ്റുക. സ്കെലിറ്റണ് എനിക്കിഷ്ടമല്ലത്, എനിക്കിഷ്ടമല്ല അത് കണ്ടോ, എനിക്കിഷ്ടമല്ല. ഇവിടെ ഇപ്പം അവൻ തന്നെ ചാവ് കണ്ടോ. ചന്തിക്ക് അതും ചത്തി. ഇനി നിനക്കല്ലടാ. നിന്നെ ഞാൻ ഇപ്പം തുറക്കുവാടാ വാഴ. നാലും ചത്തി കത്തം. ഇനി നീക്ക് പേടിച്ചണ്ട. ഇവിടെ വേറെ മോബൊന്നും. അസ്സലാമു അലൈക്കും. അവിടെ നിന്നിട്ടോ, ഇങ്ങോട്ട് വരണ്ട കേട്ടോ. വേറെ മോബൊന്നും ഇവിടെ സ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എത്ര ആരോ നോക്ക്. ഇവിടെ വേറെ മോബ് സ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലായിടും ലൈറ്റ് അങ്ങ് കുത്തി വെച്ചത്. അല്ലെങ്കിൽ പിന്നെ അടുത്താവും പണി. തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഒരു കൂട്ടം സോംബിയും ക്രീപ്പറും എല്ലാം ഉണ്ടാവും. ഇതാണ് കാലമണന്മാർ. ഒരാൾ വാ മന്നെ എവിടുന്നെങ്കിലും പൊട്ടിച്ചെറിക്കുമ്പോൾ വട. എൻ്റെ പൊന്നെ, എൻ്റെ പോക്ക് നശത്തിലുണ്ട്. ഒരു ഐഡിയ ഗൈസ്. അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഗൈസിൻ്റെ തലയിൽ നിറക്കില്ല. അതായത് എന്താടാ സൗണ്ട് കേൾക്കുന്നത്, എനിക്ക് പേടിയാണ്. ഞാനേ ഇവിടെ ബെഡ് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യും. എന്നിട്ട് റീസ്പോൺസ് പോയിന്റ് സെറ്റ് ചെയ്തു. അപ്പം ഞാൻ അമ്മേ ഇവിടെ ഹലോ എവിടെ ഉണ്ട് പോയിത്താ. ഇതാണ് കുരിപ്പാള്. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത പണി. ഞാൻ എൻ്റെ നെഞ്ചത്തൊട്ട് ചാടേണ്ട അതൊക്കെ അത്രേ ഉള്ളൂ. പോടാ, അന്നൊക്കെ വലിയ ആൾക്കാർ ഞാൻ കൊന്നിട്ടില്ല. അമ്മേ ഇന്നോട് കളിക്കണേ എൻ്റെ അവനെ. മോബ് സ്പോണാ വരുന്നത്. കുട്ടി സോംബി. ഒരു കാര്യം ചെയ്യാം,
ലൈഫ് ഫുള്ളല്ല. ഓനോ ഈ സോഡ ഉണ്ടെങ്കിൽ വെട്ടിക്കൊന്നു വാടാണ്ടെത്തുമോ? അപ്പോൾ ഇരിപ്പുണ്ട് കേസ്, അതാണ് പ്രശ്നം. ഒരു കാര്യം ഡേർട്ട് കയ്യെ പിടി, ഡേർട്ട് ഇവിടെ വയ്ക്കുക എന്നിട്ട് ഇവിടുന്ന് വെട്ടുക. ഇവിടുന്ന് എത്തൂലേ? അയ്യേ എത്തും. കുരിപ്പിലേക്ക് കിട്ടുന്നില്ല. കുരിപ്പ് അതിനെ കൊണ്ട് കുരിപ്പ് സിനോസി കുത്തിവെക്കി ടോർച്ച്. എന്റെ പൊന്നേ, എൻ്റെ ലൈഫ് നോക്ക്. ഒമ്മേ അവനാണെങ്കിൽ എൻ്റെ പുനപ്പച്ചത്തനെ എനിക്ക് കളിക്കാൻ നിശ്ചയില്ലാത്തോണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ചത്തേനെ കത്തമായതിനിപ്പോൾ തന്നെ അയാൾ അന്വേഷിച്ച് പോയെന്നെ വടിയായി കൊണ്ടുവരണ്ടിരുന്നേനെ. ലൈഫ് കുറച്ച് കയറട്ടെ എന്നിട്ട് ഞാൻ നോക്കട്ടെ. മറ്റേത് കാലന്മാർക്ക് അതും കയ്യൊക്കെ ഇട്ടിട്ട് അവനെ ഭയങ്കര പേടി. അവനെ തെറ്റ് കൊല്ലാൻ നോക്കട്ടെ. അയ്യോ അല്ല, ഇവനെനിക്ക് പേടി. വാ മോനെ, ഇങ്ങ് അടുത്ത് വാടാ. അയ്യേ വാടാ. ഇടക്ക് കുത്ത്. മോബില്ല. ഹലോ മച്ചാനെ. പിന്നെ എനിക്ക് പേടി. അയ്യേ പോടാ വാഴ. എനിക്കും പേടിയല്ലോ. അയ്യോ എനിക്ക് പിന്നെ പേടിയാണെന്ന് പറഞ്ഞ് നിൽക്കാണല്ലോ ഞാൻ. പേടി കേട്ടോ, ശരിക്കും എക്സാക്ട്ലി എനിക്ക് പേടിയായി. കാരണം നോക്ക് ഗൈസ്, ഇപ്പോൾ ഒരു സോംബി അടിച്ച അപ്പ ചത്ത് കത്തം. ഇത്രേ ഉള്ളു പോടാ. ഇനി ഞാനിവിടെ ലൈഫ് നോക്ക്. ഇത് കയറുന്നില്ല ലൈഫ് തന്നെ. ഇപ്പം തന്നെ കയറി പോവാൻ നോക്കട്ടോ. എൻ്റെ ഞാൻ ഇവിടെ ഒരു ഡേർട്ട് അങ്ങ് വയ്ക്കുക. ഇനി എനിക്കിവിടെ നിന്ന് സേഫായി കണ്ട് ഇതും എല്ലാം കൊത്തിയെടുക്കണം. ഇവിടെ നിന്ന് അങ്ങനെ വൈകി പോകും. ഇത്തിരി കോപ്പർ വരുന്നുണ്ട്. ഇനി ടൂൾസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി എഫിഷ്യൻസി കിട്ടാം നമുക്ക് വേണമെങ്കിൽ. അയ്യോ ഇനി ഒരു ഉമ്മി ചാടക്കോ. സോറി അത് വരുന്ന വരും. ആ ജാതിയ തേങ്ങകള് അടുത്ത് കേറിട്ട് അല്ലാതിരുന്ന കോള് കിട്ടിയ അടുത്ത് അയാളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈറ്റ് വിട്ട് വെച്ചേക്കാം. ടോർച്ചും കഴിഞ്ഞ് കത്തം പോകയ. സ്റ്റിക്കുണ്ടാകും. കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയാലോ. ഒരു സ്റ്റാക്ക് ടോർച്ച് എടുത്താണ് അവിടെ നിന്ന് പോകുന്നത്. ഇതൊക്കെ നമുക്ക് ഫർണസിലിട്ട് അതിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. ഫ്യൂവൽ മാത്രമല്ല, നമുക്ക് ഒരു
പൊട്ട് കോപ്പർ ഇരിക്കുന്നു അടുത്താണ്. ഇതാണ് പ്രശ്നം. കോപ്പർ ഇരിക്കുമ്പോൾ ഒന്നും ആവില്ല ഇരിക്കുക, ഒരുപാട് ഒന്നിച്ചാവും. ഇതിൻ്റെ ബാക്കിൽ ഇനിയും കാണാം ചിലപ്പോൾ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാതെ. അങ്ങനെ വരുന്നത് കഴിഞ്ഞു. ഓക്കെ, കോപ്പർ കഴിഞ്ഞു. നമുക്കിത് തിരിച്ചു വരുമ്പോൾ എടുക്കാം. എൻ്റെ ലെവൽ ഇപ്പോൾ 15 ആയിട്ടുണ്ട്. ഇനി ഇത്രേ ഉള്ളു. ഇവിടെ ഇനി അങ്ങോട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്കിനി അങ്ങോട്ട് കുഴിക്കാം. ഇവിടെ ഫുള്ള് ഞാൻ തുരക്കും. തുരന്നിട്ടുണ്ടല്ലോ. അയ്യോ, മറന്നു ഞാൻ. നമുക്ക് അടിയിലോട്ടല്ലേ വീട്ടാം. അതിൻ്റെ മുന്നേ കുറച്ച് ടോർച്ച് ഉണ്ടാക്കട്ടെ. ടോർച്ച്. ഓ, ഇത് നോക്ക്, ടോർച്ച് എത്ര കാലം ഉണ്ടാക്കുക ഇനി. അപ്പം എനിക്ക് പേടിയില്ല. ഒരു സ്റ്റേക്കായി അത് നിർത്തും. ഓ, ഒരു സ്റ്റേക്കിലേറുണ്ട്. മൊത്തം ഉണ്ടാക്കിയരണ്ട. അങ്ങനെ മൊത്തം ഉണ്ടാക്കിയരണ്ട. ഞാൻ ഇനി അടിയിലോട്ട് ഇങ്ങനെ വെച്ചുകൊള്ളു. ഇതാണ് ശരി. സീനില്ല, എനിക്കറിയാറുന്നു ഇത് പൊട്ടു വന്നു. ഇതാണ് മൈനിങ്ങിൽ കാര്യമായിട്ട്. ഇതിന് ഏത് തേങ്ങയിലോട്ടാ? ഒറ്റ മിനിറ്റ് ഒന്ന് നോക്കി നോക്കട്ടെ. ഏയ്ഷ്, നല്ല ഒരു സ്ഥലത്തേക്കാണ്, പിന്നെയും കുഴപ്പമില്ല. എങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത്? പിന്നെ ഒരു കാര്യം പറയാലോ, ഞാൻ ഈ മൈൻക്രാഫ്റ്റിൽ അത്ര വലിയ പ്രോയൊന്നുമല്ല കേട്ടോ. ഒരു വാഴ അത്രേ ഉള്ളു. അടുത്ത കോള്. എന്ത് തേങ്ങ ഇത്? എനിക്ക് ആഗ്രഹമുണ്ട് ഡയമണ്ടൊക്കെ എടുക്കണമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് പറ്റൂല. അതിത്തിരി മനക്കട്ടിയുള്ളവർക്ക് പറ്റത്തുള്ളൂ. മീൻസ് ധൈര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഒന്നുമില്ല. അല്ല, പിന്നെ അടുത്ത ടോർച്ച്. ഇത് കഴിയുമ്പോഴേക്ക് എന്തായാലും എൻ്റെ അടുത്ത് ഒരു സ്റ്റാക്കിൻ്റെ മുകളിൽ ടോർച്ച് ഉണ്ടാവും. കാരണം കിട്ടുന്ന മൊത്തം കോളാം. യെസ്, നമ്മൾ മറ്റേ സ്ഥലത്തോട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. സക്സസ്ഫുൾ. അങ്ങനെ കുറിച്ച് പോകാൻ പാടില്ല. എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. കുറച്ച് നേരമായി ഞാൻ ഈ കുഴി തുടങ്ങിയിട്ട്. ദൈവമേ, ഇവിടെ എന്തോന്നു? വലിയ റിവറാ? അല്ല, അങ്ങോട്ട് കുഴിയാ? വെറുതെ ഒഴുക്കിപ്പെട്ട് മരിക്കണ്ടല്ലോ. ഇവിടെ അല്ല. ഞാൻ ഇങ്ങോട്ടൊന്ന് കുഴിച്ചു പോട്ടെ. ഇടി നേരെ എടുത്ത് അവിടെ വരില്ലേ? ഇവിടെ അല്ലേ? അവിടെ. അമ്മ എവിടെ നിന്നാണ് ചോദിക്കുന്നേ? മോളിന്നല്ല. ഞാൻ ഇവിടുന്ന് ചെറിയ
എന്തുവാ ഇത്? ഇവിടെ ഫുള്ള് വെള്ളമാ. ഈ വെള്ളം നിർത്തണം ഫസ്റ്റ്. വേണ്ട വേണ്ട, അങ്ങനെ പോകുന്നിടത്ത് എനിക്ക് വേണ്ട. ഒന്നും വേണ്ടേ, ഡയമണ്ടും വേണ്ട, അയണും വേണ്ട, ഒന്നും വേണ്ട, കോപ്പറും വേണ്ട, ഒരുത്തേനും വേണ്ട. അയ്യോ പെട്ടിട്ടാ, ഞാൻ ചത്തു. അമ്മി എനിക്കറിയത്തില്ലായിരുന്നേ. അപ്പൊ സോറി. ഇപ്പോഴാണ് എനിക്കൊരു ധൈര്യം. എന്തോന്നിത്? അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, മതിയായി. ഞാൻ ഇനി വേറെ ഈ സൈഡിൽ അതൊക്കെ തന്നെ ഒന്ന് നോക്കട്ടെ. ഗുഡ്. അപ്പം ഞാൻ ഇതുവരെ കുഴിച്ച് വന്ന് ഞാൻ പൊട്ടൻ. ഓക്കെ, നോ പ്രോബ്ലം. പൊട്ടനാവാനുള്ള എല്ലാ ഇതും തന്നെ എനിക്കുണ്ട്. ഞാൻ ആദ്യം പോലെ അത്ര വലിയ പ്ലെയർ ഒന്നുമല്ല ഗൈസ്, അറിയാലോ നിങ്ങൾക്ക്. അയ്യോ, 2-3 ടോർച്ച് കിട്ടല്ലോ. ടോർച്ച് എന്താണെന്ന് വെച്ചാൽ നല്ല ആവശ്യമുണ്ട്. ചാടി തുള്ളി. ഗൈസ്, ഞാൻ വേറെ ഗെയിം നോക്കട്ടെ, അല്ലാണ്ട് നടക്കില്ല. ഓക്കെ, ഞാൻ ഇന്ന് പുറത്തിറങ്ങിയിട്ട് കാണിക്കാം. പുറത്തിറങ്ങിയിട്ട് കാണിക്കല്ല, നിങ്ങളും കൂടെ പോരെ. എനിക്ക് വേണ്ടത് അങ്ങോട്ടാണ് പോകേണ്ടത്. ആ ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല. മുകളിലോട്ടാകുമ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ട്. പൊളിച്ചു മാറ്റത്. എൻ്റെ മോനെ, ഞാൻ ഇവിടെ നിന്നാണല്ലേ. ഞാൻ ഇവിടെ നിന്ന് അടിയിലോട്ട് പോയി നോക്കട്ടെ. ഇതെവിടെ നിന്നാണ് ഈ കാലമടമ്പ സൗണ്ട്? അമ്പടാ, മുകളിലോട്ട് സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയി നോക്കണം. ജസ്റ്റ് അമ്മേ, ഇപ്പം ഞാൻ ചത്തേനെ. പിന്നെ പോയേ വീട്ടിലോട്ട് പോയേ.
എൻ്റെ പൊന്നു കേസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് രക്ഷപ്പെട്ടത്. എവിടെ നിന്ന് ഈ കാലന്മാരുടെ സൗണ്ട് കേൾക്കുന്നത്? ഞാൻ അപ്പം തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ചത്തൂന്ന്. കാരണം കുട്ടി സോംബി ഉണ്ടല്ലോ, പലതും വരുന്നുണ്ട് പറയാത്ത. എനിക്ക് എൻ്റെ പട്ടി കുഞ്ഞു വേനീന് ഞാൻ പിൻപടിയിൽ നോക്കാൻ വരുന്നു. മൈനിങ്ങുള്ള വാക്ക് മാത്രമല്ല എൻ്റെ വായിൽ, ചെയ്യാൻ പൊക്കൊന്നുമില്ല. എന്താ പറയുക ഗൈസ്, ഞാൻ വലിയ ഇത്തെ എല്ലാം അറിയണ വലിയ പുണ്യാളൊന്നല്ലല്ലോ. എന്തൊക്കെ ഇതിലോട്ട് എനിക്കും ചെല്ലണമെന്നുണ്ട്. ഇതിലോട്ട് വലിയതൊന്നുമില്ല. എടാ കാലൻ, വാ ഇങ്ങോട്ട്, വാ വാ വാ. വാ ഇങ്ങോട്ട് വാ. വന്നാണ് മോനി. എവിടെയാണ്? ദാണ്ട് അവിടെ എൻ്റെ വീടുണ്ട്. അങ്ങനെ എനിക്ക് കുറച്ചും കൂടി കോപ്പറാണ്. അവിടെ കാല നീ ഒന്ന് വരുന്നുണ്ടോ? വാ 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 വാ, വേവാ വേവാ. വിശക്കുന്നുണ്ടോ? കുട്ടിച്ചോ? അല്ല, ഇവിടെ ഒരുപാട് മീറ്റ് ഉണ്ടല്ലോ. എനിക്കുള്ളൂ, കുറച്ച് വില്ലേജറൊക്കെ ഇട്ടെറിഞ്ഞ് പോയല്ലോ. ഇതാണ് എനിക്കിഷ്ടമുള്ളത്. കാലം മാറി ഒരു വഴി ഛർദിക്കണം. പിന്നങ്ങോട്ട് അവിടെ നീ ഇല്ലടാ. നായി തുപ്പും ചെയ്യണം. അല്ല പിന്നെ അമ്മ നായ്ക്കളെ നിൽച്ചാടാ ഒറ്റയ്ക്ക് പോയി. അല്ല പിന്നെ വീശനോട് നമുക്ക് അത്രയുള്ള അലൈവൻ എൻ്റെ പടക്കുതിര ഇവിടെ. സൗണ്ട് മാത്രമേ ഉള്ളൂ, ഒരു കാര്യമില്ലെന്നറിയാം. എന്നാലും ബാമന്നെ ഏടാ നിന്നടിച്ചതല്ലേ. സോറി അറിയാണ്ട് പറ്റിയതാ. ഓക്കെ, അറിയാതെ പറ്റിയതാ. നിനക്കൊന്നും നിന്നുണ്ടേയോ? ഈ സാധനം എന്ത് അവിടെ നിന്ന് എനിക്ക് എന്ത് വില കൊടുത്തേക്ക് ഒപ്പിക്കുന്നത്? ഇറങ്ങിക്കാണ് തിന്നോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഡോറുണ്ടായിട്ടാണോ? എൻ്റെ ചെക്കന് ഡോറൊന്നും വേണ്ട. എൻ്റെ വീട്ടിൽ കണ്ടുപിടിക്കണം. പൊട്ടത്തിനല്ലോ പറയത്തില്ലല്ലേ. ഞാൻ അങ്ങനെ കേസ് സീനല്ലയോ. മോനെ നീ ഇവൻ്റെ ഒപ്പം തല്ലുകൂടാണ്ടിരിക്കണം കേട്ടോ.
തല്ലേ കൂടരുതേ. എനിക്ക് ലാമ ഏ ലാമ വലുതായേ ലാമ ലാല ലാമ. മറ്റൊന്നും വേണ്ട. എത്ര എണ്ണമായോ? 17 ആയിട്ടുള്ളു. അവനെ കൂടി ഒരു സാഡിലുണ്ടാക്കാം. ഇതൊന്നല്ല സാഡ്. അയ്യോ എൻ്റെ ലെതറാണല്ല. ലെതർ പിന്നല്ലാതെ എൻ്റെ കയ്യിലല്ലാതെ ഉണ്ട്. എൻ്റെ കയ്യിലുണ്ടല്ലേ? അല്ല എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ലെതറുണ്ട് കയ്യിലുണ്ട്. 9 അയൺ കിട്ടുന്നുണ്ട്. ഒന്നെടുത്ത് കൈ ആവും. ഒറ്റ മിനിറ്റ്. ഇൻവെൻ്ററി അങ്ങ് ഫുൾ. അതൊക്കെ ആവശ്യമുണ്ട്. അല്ലാത്ത ഗട്ടി എവിടെ ഇരിക്കട്ടെ. തണ്ണിമത്തം വേണം. മറ്റേ അണിങ്കട്ടെ. സ്റ്റോൺ എത്ര സ്റ്റേക്ക് സ്റ്റോൺ? ബ്രെഡ് ആവശ്യമുണ്ട്. കോൾ ആവശ്യമുണ്ട്. സീണ ആവശ്യമുണ്ട്. കോൾ ഇവിടെ ഇരിക്കട്ടെ. വണിയെടുത്ത ഇതൊക്കെ എന്തിനാണ്? ചുമ്മാ അതൊന്നും അല്ല. എന്തിനാണിപ്പോലും ആദ്യം ഷീസ് ഉണ്ടാക്കട്ടെ. 2 കിട്ടില്ല. ഉണ്ടല്ലോ. ഉണ്ടാക്കി ക്രാഫ്റ്റ്. യെസ്. ശ്രദ്ധിക്കണ്ടോ? മത്തനാണ് ഇപ്പോ. മത്തൻ എനിക്കറിയാം. ഇതെടുത്ത് കജ്ജി പിടിച്ചു. ഇവിടെ വെച്ച ഷീസ് എടുത്തോ. ഓക്കെ, ഇത് പൊട്ടിച്ചെടുത്തോ. ഇത്ര മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.